നോക്കിയേ, ചില കാര്യങ്ങള് ദൈവം മനഃപൂർവ്വം വൈകിപ്പിക്കും. നമ്മൾ ചോദിച്ച പാടെ അത് കിട്ടിക്കോളണമെന്നില്ല. പക്ഷെ നിവർത്തീകരിക്കപ്പെടേണ്ട തക്ക സമയത്ത് ജീവിതത്തിൽ അത് കർത്താവ് തരികയും ചെയ്യും. തന്നെ സ്നേഹിക്കുന്നവർക്കും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കും എന്ത് കാര്യം കൊടുക്കുമ്പോഴും ദൈവം ഒരുക്കിയിട്ടേ കൊടുക്കുള്ളൂ. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിന് പ്രധാനപ്പെട്ട കാരണം നിന്നെ വേണ്ടാത്തോണ്ടോ നിന്റെ പ്രാർത്ഥന കേൾക്കാത്തോണ്ടോ ഒന്നുമല്ല. ചില നന്മകൾ അതിന്റെ പൂർണ്ണതയിൽ നിനക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. മക്കളെടാ, ചില ജനലുകൾ എന്ന് നിന്റെ മുമ്പിൽ അടയ്ക്കുന്നത് ചില വാതിലുകൾ തുറക്കാൻ വേണ്ടിയാ. ചില ബന്ധങ്ങൾ നഷ്ടമാകുന്നത് നിന്നെ തകർക്കാനല്ല കുഞ്ഞ്, നിന്റെ സമാധാനം കാക്കാൻ വേണ്ടിയാ. ചില അവസരങ്ങൾ എന്ന് നിന്റെ മുമ്പിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്തേക്ക് നിന്നെ നയിക്കാൻ വേണ്ടിയാ. ചില സാമ്പത്തിക അനുഗ്രഹങ്ങൾ ദൈവം വൈകിപ്പിക്കുന്നുണ്ടേ, പണം ലഭിക്കുന്നതിന് മുമ്പ് അത് കൈകാര്യം ചെയ്യാൻ നിന്നെ പഠിപ്പിക്കാൻ വേണ്ടിയാ. ഇതുപോലെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും കൃത്യമായ പദ്ധതി നിന്നെക്കുറിച്ച് നിന്റെ ദൈവത്തിനുണ്ട്. നിന്റെ നാശത്തിനല്ലാത്ത, നിന്റെ ക്ഷേമത്തിനും ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്നൊരു പദ്ധതി. എല്ലാം നിന്റെ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മഹാപദ്ധതി. ദുർമോഹങ്ങൾക്ക് അടിമപ്പെട്ട് ദൈവ പദ്ധതിയിൽ നിന്നും തിരിഞ്ഞു നടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നശിച്ചതാണെന്നും ഗതിയില്ലാത്തതാണെന്നും ഒരു നന്മയും ഇല്ലാതെ ശപിക്കപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ചില്ലാതാകുന്നത്. വചനം പറയുന്നു, നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. മക്കളെ, നന്മകൾ വരാൻ വൈകി